ഗോപികൃഷ്ണൻ ചാലിയാറിലും പരിശോധന ഇന്നത്തെ തെരച്ചിൽ നിർത്തിയെന്ന വാർത്ത വരുന്നു. പരിശോധനയ്ക്ക് പോയ എല്ലാ ആളുകളോടും മടങ്ങി വരാൻ അഭ്യർത്ഥിച്ചതായി വാർത്തകൾ നിഖിൽ പ്രമേഷ് ചാലിയാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ ഇത്രയും പെട്ടെന്ന് നിർത്താനുള്ള കാരണം എന്താണ്? സന്ധ്യ മയങ്ങുന്ന സമയത്തായിരുന്നു ഇന്നലെ നിർത്തിയത്. രാത്രി പുലരുന്ന വേളയിലായിരുന്നു പൂർണ്ണമായും അത് നിർത്തിവെച്ചത്. എന്നാൽ ഇന്ന് നേരത്തെ തന്നെ വയനാടിൻ്റെ കാലാവസ്ഥയിലുള്ള പ്രശ്നമാണോ അതോ അവിടെ രാത്രി പുലർന്ന ഒരു ഫീലാണോ ഇപ്പോൾ കിട്ടുന്നത്? SKN ഇന്ന് വ്യാപകമായ തിരച്ചിൽ നടന്നിട്ടുണ്ട്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമലയിലും സമീപ പ്രദേശങ്ങളിലും ചാലിയാറിന്റെ കൈവഴികളിലും ഒക്കെ തന്നെ മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇപ്പോഴും SKN നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിലും നാട്ടുകാർക്കും രക്ഷാദൌത്യത്തിന് എത്തുന്നവർക്കും ഒക്കെ ഒരു മരവിപ്പാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു നടുക്കം, അതിനുശേഷം ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമോ എന്നതിലേക്കുള്ള ആകാംക്ഷ നിറഞ്ഞ അന്വേഷണങ്ങൾ, തിരച്ചിൽ, അതെല്ലാം കഴിഞ്ഞ 6ാം ദിവസത്തിലേക്ക് ഈ തിരച്ചിൽ കടക്കുമ്പോൾ ഒരു നിസ്സംഗതയോടുകൂടി മരവിച്ച മനസ്സുമായി ആൾക്കാർ നിൽക്കുകയാണ്. ഈ ദുരന്തമുഖത്ത് നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ SKN സ്വാഭാവികമായും നമുക്ക് ഇനി നമ്മുടെ മനസ്സിൽ ആലോചനയായി വരുന്നത് എങ്ങനെയായിരിക്കും ഇവരുടെ തുടർ ജീവിതം, അതായത് കുടുംബം പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, ഭാഗികമായി നഷ്ടപ്പെട്ടവർ, അതുപോലെ ഒരു കുടുംബത്തിൽ ആരും അവശേഷിക്കാത്തവർ, ഇങ്ങനെ ദുരന്തത്തിന്റെ വിവിധ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലിയാർ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സമീപ മേഖലകളിലും ഒക്കെ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ്. കാലാവസ്ഥ ഒരല്പം ഇരുണ്ടു വരികയാണ് ഇവിടെ. ഒരുപക്ഷെ ഈ കാലാവസ്ഥയിലെ മാറ്റം കണ്ടുകൊണ്ടായിരിക്കും ഇനി ആ മേഖലയിലെ തിരച്ചിൽ ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ധ്യ മയങ്ങുന്നത് വരെ തിരച്ചിൽ നടന്നിരുന്നു. ഇന്ന് ചൂരൽമലയിൽ നടന്ന തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ എന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ പരന്നു കിടക്കുന്ന, വ്യാപകമായി വീണ് കിടക്കുന്ന കരിങ്കല്ലുകൾക്കും അതുപോലെ തന്നെ ചെളിക്കട്ടുകൾക്കും ഇടയിൽ അങ്ങനെ വ്യാപകമായി തിരച്ചിൽ നടത്തുക എന്നതിനേക്കാൾ കൂടുതൽ കേന്ദ്രീകരിച്ച്, അതായത് സാധ്യതകൾ കണ്ടെത്തി അവിടെ എവിടെയെങ്കിലും മൃതശരീരമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ സാധ്യതയുണ്ടോ എന്നത് സാങ്കേതിക സൗകര്യങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി അവിടെ ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. നിലവിൽ ഇന്ന് ഇവിടെ നടത്തിയ ഡ്രോൺ പരിശോധനയിലും കാര്യമായി സന്ദേശങ്ങളൊന്നും അല്ലെങ്കിൽ മൃതശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകളൊന്നും തെളിഞ്ഞിട്ടില്ല എന്നാണ് അനൌദ്യോഗികമായി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലൻ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. ഡ്രോൺ പരിശോധനയുടെ ഫലം എന്തായിരുന്നു എന്ന് അദ്ദേഹം അപ്പോൾ വിശദീകരിക്കും. ഇപ്പോഴും എന്തെങ്കിലും ഒരു സക്സസ് ആകട്ടെ, അതുവരെ ഒരു സ്പെക്കുലേഷൻ, ഒരു അനുമാനത്തിനില്ല എന്നാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ 4 മൃതദേഹങ്ങൾ, അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കിട്ടിയിരിക്കുന്ന 4ആണ്. അതിൽ വടുവഞ്ചാലിൽ മൃതദേഹവും ശരീരഭാഗങ്ങളും എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ SKN സൂചിപ്പിച്ചതുപോലെ ഈ ചാലിയാറിന്റെ കൈവഴികളിലൊക്കെ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളുമായി കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ ഇന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലിൽ ഇവിടെ നിന്നൊന്നും മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പിന്നെ SKN നേരത്തെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നത് സുർജിത് അയ്യപ്പത്താണ് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതും റിപ്പോർട്ട് ചെയ്തതും. ഇവിടെ ഒരു 6-7 ദിവസമായി മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടന്ന ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള ഒരു സ്റ്റേ ബസ്സാണ്. ആ KSRTC ബസ് കൽപ്പറ്റയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോവുകയും അവിടെ സ്റ്റേ ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ്. ആ KSRTC ബസ് 7 ദിവസങ്ങൾക്ക്, അതായത് 6 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മുണ്ടക്കൈയിൽ നിന്ന് ആ KSRTC ബസ് ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. അത് അല്പം മുൻപ് ഇവിടുന്ന് കൽപ്പറ്റയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ സുർജിത് അയ്യപ്പത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ഇനി ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ടുകളും സുർജിത് അയ്യപ്പത്ത് നൽകും. SKN ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം ഈ മറ്റു ഭാഗങ്ങളിലൊക്കെ, ചാലിയാർ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് നടത്തിയിരുന്ന തിരച്ചിൽ, ഇന്നത്തേക്കുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നേരിയ മഴ പൊടിയുന്നുണ്ട്, പക്ഷേ ശക്തമായ മഴ തുടങ്ങിയിട്ടില്ല. ഇവിടെ ചെറിയ രീതിയിൽ കാർമേഘങ്ങൾ മൂടിയിട്ടുണ്ട്. അതായത് ഒരു സന്ധ്യയാകുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥ പോലെയാണ് ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ കാലാവസ്ഥ മോശമായേക്കാം, പ്രതികൂലമായേക്കാം എന്ന് കണ്ടായിരിക്കണം നേരത്തെ തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രക്ഷാദൌത്യം എന്ന് പറയുന്നതിന് ഇനി വലിയ സാങ്കത്യമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സേന നേതൃത്വം കൊടുക്കുന്ന ഈ ദൌത്യത്തിൽ പരമാവധി അവരുടെ ശ്രമം, കാണാതായവരെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ വിവിധ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഉറ്റവർക്കും ബന്ധുക്കൾക്കും ഒക്കെ നൽകാൻ കഴിയുമോ എന്നതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സുരക്ഷ
സുരക്ഷിതരായി അവർ കഴിയുമ്പോഴും അവരുടെ ഉള്ളു നിറയെ തീയാണ്. കാരണം അടുത്ത ബന്ധുക്കൾ, മക്കളോ അച്ഛനോ സഹോദരങ്ങളോ ഒക്കെയാണ് അവർക്ക് കാണാതായിട്ടുള്ളത്. 217 എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ ഒരുപക്ഷെ ഇത് ഈ കാണാതായ വിവരം ഔദ്യോഗികമായി അറിയിക്കാത്ത ആളുകൾ കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ. റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഔദ്യോഗിക കണക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ കണക്കിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നതാണ്. ഏതായാലും ഇവർക്ക് നൽകാനുള്ള സഹായധനം, ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, ഇവരുടെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പദ്ധതി, അതുപോലെ തന്നെ ഇവിടെ തകർന്നടിഞ്ഞു പോയ വെള്ളാർമല സ്കൂളിനെ പുനർനവീകരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ, ടൗൺഷിപ്പ് ആയിരിക്കും ഇനി പരിഗണിക്കുക എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനുവേണ്ട സ്ഥലം എവിടെയാണ്, ഇങ്ങനെ തുടങ്ങി സർക്കാരിന്റെ അടിയന്തര പരിഗണനയിൽ വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഒരു അങ്ങാടി മുഴുവൻ അപ്രത്യക്ഷമായി അതിന്റെ ആന്തലിൽ കഴിയുന്ന ജനവിഭാഗമാണ് ഇവിടെ ഉള്ളവർ. ഇനിയും ഈ അപകട സാധ്യതാ മേഖലയിൽ അവരെ തുടരാൻ അനുവദിച്ചുകൂടാ എന്ന വിചാരവും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യമൊക്കെ ഞാൻ വ്യവസായ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും, അതായത് ദുരന്ത ബാധിത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് നയപരമായ തീരുമാനമെടുക്കേണ്ടതാണ്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തുകയും ഈ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ പഠിച്ച് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള കാരണങ്ങൾ പഠിച്ച് അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വേണം ഇവരെ പുനരധിവസിപ്പിക്കാൻ, ഏത് മേഖലയാണ് ഇവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എങ്ങനെ ഒരുക്കും എന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാസ്റ്റർ പദ്ധതി തയ്യാറാക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവിധ സന്നദ്ധ സംഘടനകളും അതിന് നേതൃത്വം കൊടുക്കുന്നവരും പറയുന്നത്, പുത്തുമലയിൽ ഉണ്ടാക്കി കൊടുത്തതുപോലെ ഒരു കോളനി സൗകര്യങ്ങളല്ല ഇനി ഉണ്ടാകേണ്ടത്. അവർക്ക് ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിൽ, അവർക്ക് മാന്യമായ രീതിയിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാകണം. അനാഥരാക്കപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുക്കളോ അവരോട് അടുത്ത് നിൽക്കുന്നവരോ സുഹൃത്തുക്കളുടെ വീടുകളിലോ നിർത്തി അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടുകൂടി നടക്കാനും വേണ്ടിയുള്ള പിന്തുണ അവർക്ക് നൽകേണ്ടതുണ്ട്. SKN 24 ഈ വയനാടിനെ പുനർനവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിന്റെ ഭാഗമാകുകയാണല്ലോ. ഈ കുടുംബം 24ന്റെ കുടുംബം ഇനിയിപ്പോൾ ഈ പുനർനവീകരണത്തിന്റെ വേണ്ടിയുള്ള സഹായ ഹസ്തങ്ങളുമായി എത്തുകയാണ്. 24 ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ 24ന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷക സമൂഹത്തിൽ നിന്നുമുള്ള പിന്തുണയോടുകൂടി നമുക്കും ഈ വയനാടിനെ പുനർനവീകരിക്കാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമാകാം, കൈകോർക്കാം. അങ്ങനെ വയനാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകാം. SK